ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സൈഡ് ഓപ്പൺ കുർത്തിയുടെ സൈഡ് സ്ലിറ്റ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് മുമ്പേ ഞാൻ വീണ്ടും ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഭയങ്കര മറവിയാണ് കേട്ടോ, ഭയങ്കര മറവിയാണ്. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെ വെച്ചിട്ടുണ്ട്, അത് തൊടാൻ മറന്നു പോകും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്, അത് തൊടാൻ മറന്നു. ഇനിയിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടോളുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ പേരാണ്, അതിൽ തൊടുമ്പോഴത്തേക്ക് എൻ്റെ പ്രൊഫൈൽ കയറും. അതിൽ കയറി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകും. ഭയങ്കര മറവിയാണെന്നേ, പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ ഇപ്പം തന്നെ ഇതെല്ലാം ഒന്ന് ചെയ്തൂടെ. അത് ഞാൻ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചാൽ പിന്നത്തേക്ക് അത് മറന്നു പോവുള്ളൂ. അതുകൊണ്ട് എനിക്കുള്ള മെയിൻ ഹോബിയാണ് പിന്നത്തേക്ക് മറന്നു പോകുക. അതുകൊണ്ട് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കയ്യിൽ അവിടെ നിന്ന് ഹിപ്പിൻ്റെ അവിടെ വരെ ഷേപ്പ് ചെയ്യണം. ആദ്യം ഒരു നമ്മുടെ ഒരു അളവിന് നമ്മൾ ആദ്യത്തെ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വന്നതിന് ശേഷം അവിടെ തന്നെ സൂചി കുത്തി നിർത്തി നമുക്ക് 1-2 സ്റ്റിച്ചൊക്കെ വേണമല്ലോ, അതെല്ലാം അങ്ങ് ചെയ്ത് ആ ഷേപ്പിൻ്റെ ഭാഗം ഒതുക്കിയതിന് ശേഷം ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് ഓപ്പൺ ഭാഗമില്ലേ, ആ ഭാഗത്ത് നിന്ന് ഇതിൽ കാണുന്നത് പോലെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ഇഞ്ചൊക്കെ മതി, 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഇച്ചിരി ലൂസായിട്ട് തന്നെ നമ്മൾ ലോക്കൊന്നും ചെയ്യാതെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം ആദ്യം. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതേപോലെ എടുത്ത് വയ്ക്കണം. നമ്മൾ ആ 1 ഇഞ്ച് വിട്ട് തച്ചിലെ ആ ഒരു സംഭവമാണ് ഇവിടെ മേളിലോട്ടാണ് ഷേപ്പ് കൊടുത്തത്. അപ്പം ഞാൻ അതിലൊരു സ്കെച്ചിൻ്റെ മാർക്ക് ഉണ്ടല്ലേ, അവിടെ നിന്നാണ് നമുക്ക് താഴോട്ട് ഓപ്പൺ ഉള്ളത്. അതിൻ്റെ ഷേപ്പ് ചെയ്തതിൻ്റെ തൊട്ട് താഴെയാണ് ഈ പോർഷൻ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ 2 സൈഡും നമുക്ക് മടക്കി തയ്ക്കാനുള്ള, അതായത് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ക്കൂലേ, അതേപോലെ 2 സൈഡും പിടിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ ക്രോസ് ചെയ്തൊരു സ്റ്റിച്ച് കൊടുക്കണം. അതായത് ഇപ്പുറത്തെ എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലോട്ട് ഇങ്ങനെ നമ്മളൊരു ലോക്ക് ഇട്ട് കൊണ്ട് എൻഡിൽ നിർത്തിയതിന് ശേഷം നമ്മൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം പയ്യെ പൊക്കി ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കണം. ഇനി നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ആ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, അതിനെ കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ എൻഡിലൂടെ ഏറ്റവും അറ്റത്തൂടെ നമ്മൾ നല്ല വലിച്ച് സ്ട്രെച്ച് ചെയ്യണം. അടിയിലത്തെ തുണി നല്ല വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ ഇല്ലെങ്കിൽ ഒരു കുരുക്ക് വരുവേ. അതുകൊണ്ട് നല്ല നിവർത്തി പിടിച്ചതിന് ശേഷം അടിയിലൊന്നും തുണി പെട്ടുപോയിട്ടില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം എൻഡ് വരെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് തന്നെ വീണ്ടും തിരിച്ച് നമ്മൾ അതേ സൈഡിൽ തന്നെ ഇപ്പോഴത്തെ എൻഡ് ആണല്ലോ, നമ്മൾ നടുക്കിട്ട സ്റ്റിച്ചിൻ്റെ അതിലൊന്നും കൊള്ളാതെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, അതേ സംഭവത്തിൻ്റെ ഇപ്പുറത്തെ എൻഡിൽ കൂടെ മേളിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കൊണ്ടുപോകണം. ഇനി നമ്മൾ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് എത്തുമ്പോഴല്ലോ ഇതേപോലെ ഒന്ന് മടക്കി ക്രോസ് ചെയ്ത് വീണ്ടും ഇപ്പുറത്തെ സൈഡിലോട്ട് ക്രോസ് ചെയ്തിട്ട് ഇതേ സെയിം റിപ്പീറ്റ് നമ്മൾ ഈ സൈഡൊന്ന് മടക്കുന്നു, അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴെ എത്തുന്നു, വീണ്ടും അതേ സെയിമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കാണുമ്പോൾ മനസ്സിലാവും, പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും കാണുമ്പോൾ മനസ്സിലാവും. അതായത് നമ്മൾ ഒരു സൈഡിൽ 2 സ്റ്റിച്ച് ഇങ്ങനെ വരും, ഇങ്ങനെ ബോക്സ് പോലെ നല്ല നീറ്റായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഈ നടുക്ക് നമ്മൾ ആദ്യം ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ, ആ സ്റ്റിച്ചിനെ ഒന്ന് ഇളക്കി കളഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിനെ ഒന്ന് ഡബിൾ ഫോൾഡും കൂടെ ചെയ്താൽ നമ്മുടെ കുർത്തിയുടെ ഓപ്പണും താഴത്തെ ഭാഗവും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.